എന്നു മുതലാണ് നമ്മുടെ രാജ്യത്തെ പോലീസിൽ പച്ച വെളിച്ചം കണ്ടു തുടങ്ങിയത്? സോണിയാഗാന്ധിയുടെ UPA ഭരണകാലത്ത് തന്നെയാണ്. രാജ്യത്തെ IPS ട്രെയിനികൾക്ക് സക്കീർ നായിക് എന്ന കൊടും തീവ്രവാദിയെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചവരാണ് VC-മാർ RSS ചീഫിൻ്റെ പ്രസംഗം കേട്ടതിനെ ഇപ്പോൾ വിമർശിക്കുന്നത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലെ VC-മാർ ദേശസ്നേഹിയായ RSS മേധാവിയെ കണ്ടത് ഒരു അപരാധമായി കണ്ട മുഖ്യമന്ത്രി VD സതീശൻ തങ്ങളുടെ പാർട്ടി കേന്ദ്രം ഭരിച്ചിരുന്ന കാലത്ത് IPS ട്രെയിനികൾക്ക് ക്ലാസ് എടുക്കാൻ സക്കീർ നായിക്കിനെ ഏൽപ്പിച്ച കാര്യം മറന്നുപോയോ? കോൺഗ്രസ് സർക്കാർ 160 IPS ട്രെയിനികൾക്കാണ്, പിന്നെ 100ഓളം സീനിയർ IPS ഓഫീസർമാർക്കാണ് പരിശീലനം കൊടുക്കാൻ തിരഞ്ഞെടുത്തതും പരിശീലനം കൊടുപ്പിച്ചതും ഈ സക്കീർ നായിക്കിനെ കൊണ്ടാണ്. ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ 2013 മെയ് 13 ഈ സംഭവം നടന്നത്. അന്ന് പത്രവാർത്തയുണ്ട്. സക്കീർ നായിക് ഈ 160 IPS ട്രെയിനി പോലീസ് ഉദ്യോഗസ്ഥർക്കും നേപ്പാൾ, ഭൂട്ടാൻ, മാലദ്വീപ് തുടങ്ങിയ 10 രാജ്യങ്ങളിലെ ഉന്നത പോലീസ് ട്രെയിനികൾക്കും കൂടാതെ 100ഓളം സീനിയർ IPS ഉദ്യോഗസ്ഥർക്കും ക്ലാസ് എടുത്ത് തകർത്തു. വിഷയം എന്താണെന്നോ? ഭീകരവാദവും ജിഹാദും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ. അദ്ദേഹത്തെ ക്ഷണിച്ചതാരെന്നറിയോ? അന്നത്തെ ധനമന്ത്രി P. ചിദംബരവും ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡയും. അന്ന് സക്കീർ നായിക്ക് ഇസ്ലാമിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ ലോകം ഇസ്ലാമിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്, സൂര്യനും ചന്ദ്രനും വരെ ഇസ്ലാമാണ് എന്നൊക്കെ അദ്ദേഹം വാദിച്ചു. അങ്ങനെയാണ് തെലങ്കാനയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനുശേഷം പറഞ്ഞത്. ഈ സെഷനിൽ 70 IFS ഉദ്യോഗസ്ഥരും 50ഓളം CRPF ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ചോദ്യോത്തരവേളകൾ, മതപഠന ക്ലാസുകൾ, അതൊക്കെ യഥേഷ്ടം സക്കീർ നായിക് നടത്തി അങ്ങ് ഉഴുതുമറിച്ചു. മാസത്തിൽ 2 തവണ വീതം 12 ക്ലാസുകൾ ഈ തീവ്രവാദി നാഷണൽ പോലീസ് അക്കാദമിയിൽ കൈകാര്യം ചെയ്യുമെന്നും മറ്റു ആരോപണം വരുന്നുണ്ട്. സക്കീർ നായിക്കിൻ്റെ FB പേജ് അന്ന് പറഞ്ഞത് IPS അക്കാദമി നേരിട്ട് വിളിച്ചു വരുത്തി അവാർഡ് കൊടുത്തെന്നാണ്. പിന്നീട് ആ പേജ് അങ്ങ് ഡിലീറ്റ് ചെയ്തു. മത തീവ്രവാദ കേസുകൾ തലയിൽ വന്ന് കുമിഞ്ഞുകൂടിയപ്പോൾ. ഇപ്പോഴിതാ മലേഷ്യയിൽ ഒളിവിൽ താമസിക്കുന്ന സക്കീർ നായിക്ക് 2014 ധാക്ക ബോംബ് സ്ഫോടനത്തിലെ പ്രതിയാണെന്ന് വ്യക്തമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വന്ന് എലത്തൂരിൽ ട്രെയിൻ കത്തിച്ചവൻ സക്കീർ നായിക്കിൻ്റെ കടുത്ത ആരാധകൻ. പിന്നെ ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തിൻ്റെ ഉറ്റ ചങ്ങാതിമാർ. ഇനി കേരളത്തിലേക്ക് വരാം. സീറോ ലാൻഡ്ലെസ് പദ്ധതി ഉദ്ഘാടനം തിരുവനന്തപുരത്ത് 2013 ഒക്ടോബർ 1 കേരള സർക്കാർ പ്രോഗ്രാമായ സീറോ ലാൻഡ്ലെസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സോണിയാഗാന്ധിയായിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷ മാത്രമായ സോണിയാഗാന്ധി കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്തത്? ഉത്തരമില്ലല്ലേ? ഇനി VD സതീശൻ സർക്കാർ ഇതുകൂടി കേൾക്കണം. RSS ചീഫിൻ്റെ മുമ്പിലാണ് VC-മാർ ഇരുന്നത്. പ്രധാനമന്ത്രി വരെ നിയമിക്കുന്ന വ്യക്തിയാണ് RSS മേധാവി. ഭാരതത്തിൽ പ്രസിഡന്റ്, പ്രധാനമന്ത്രിമാർ എന്നിവർ ആദരവോടെ കാണുന്ന വ്യക്തിത്വം. സർക്കാർ എന്തൊക്കെ ചെയ്യാം? VC-മാർ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ വിശദീകരണം ആവശ്യപ്പെടാം. സർവകലാശാലയുടെ പ്രവർത്തനം സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് തരാൻ അധികാരമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി തലത്തിലോ വകുപ്പ് സമിതിയോ വച്ച് അന്വേഷണം നടത്താം. അന്വേഷണത്തിൽ ഗുരുതരമായ ചട്ടങ്ങളും കണ്ടാൽ VC-യെ നീക്കം ചെയ്യണമെന്ന് ചാൻസലറായി ഗവർണർക്ക് ശുപാർശ നൽകാം. ഗവർണർ അപ്പോൾ തന്നെ ഇത് വലിച്ചു കീറി ചവറ്റുകുട്ടയിലിടുന്നതിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഗവർണർ റിപ്പോർട്ടിംഗ് ഓഫീസാണ് ഈ മോഹൻ ഭാഗവത് എന്ന RSS മേധാവി. അതുകൂടി ഓർക്കണം. സർവകലാശാല സിൻഡിക്കേറ്റിൽ സർക്കാരിന് നോമിനികളുണ്ട്. അവർ വഴി VC-മാർക്കെതിരെ പ്രമേയം കൊണ്ടുവരാം. ഇത്ര മാത്രമേ ഈ UDF സർക്കാരിനെ കൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ചെയ്തു തീർക്കാനാകുള്ളൂ. 2013 ഏപ്രിൽ 24 കേരള കൗമുദിയിൽ ലേഖനം വന്നു. നരേന്ദ്രമോദി ശിവഗിരിയിൽ വന്നാൽ എന്താ? എഴുതിയവരാണ് ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി B. അശോക് കുമാർ IAS. ഉമ്മൻചാണ്ടി സർക്കാർ, കേന്ദ്രത്തിൽ സോണിയ. ഈ വിവാദം കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളക്കമുണ്ടാക്കിയെന്നതിൽ യാതൊരു സംശയവുമില്ല. 2013 ഏപ്രിലിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി മഠത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്ക് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. 2002 ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ UDF സർക്കാരും ഇടതുപക്ഷവും ശക്തമായ എതിർപ്പെന്ന് രേഖപ്പെടുത്തി. ഇതേ പരിപാടിയിലേക്ക് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചു. പക്ഷേ മോദി വരുന്നുണ്ടെറിഞ്ഞ് രാഹുൽ ഗാന്ധി അന്നേ മുങ്ങി. ആ മുങ്ങൽ ഇന്നുമുണ്ട്. ഈ ലേഖന വിവാദം നടക്കുമ്പോൾ, ശിവഗിരിയിലെ വിവാദം നടക്കുമ്പോൾ ഡോക്ടർ B. അശോക് VC ആയിരുന്നു. ലേഖനത്തിലെ പ്രധാന വാദങ്ങൾ നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുന്നതായിരുന്നു. എന്തായി? കേരളത്തിലെ ഈഴവ സമുദായത്തിന് BJP വോട്ട് ബാങ്കിലേക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി കൊടുത്തത് ഈ ലേഖനമായിരുന്നു. എന്തായാലും ഈ ലേഖനം പ്രസിദ്ധീകരിച്ചോടെ UDF സർക്കാർ അശോകിനെതിരെ തിരിഞ്ഞു. മെയ് 22, 2013 മന്ത്രിസഭ യോഗം ചേർന്ന് അദ്ദേഹത്തെ VC സ്ഥാനത്ത് നീക്കം ചെയ്യാൻ ഗവർണറോട് ശുപാർശ ചെയ്തു.
അന്നേരം പറഞ്ഞ എന്തൊക്കെയാണ്? ഗവർണർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ ആൾ ഇന്ത്യ സർവീസസ് റൂൾസ് 1968 സെക്ഷൻ 3(1)(7) വകുപ്പുകളൊക്കെ ബി അശോക് കുമാർ ലംഘിച്ചു. മാന്യതയുടെയും അച്ചടക്കത്തിൻ്റെ നിലവാരം കവിഞ്ഞുപോയി. രാഷ്ട്രീയ നേതാക്കളെയും വകുപ്പ് മേധാവികളെയും അപമാനിച്ചു. ഇതൊക്കെയായിരുന്നു അന്ന് സർക്കാർ ഉന്നയിച്ച ആരോപണം. എന്നാൽ 2013 ഏപ്രിൽ 11 ഗവർണറുടെ സെക്രട്ടറി സാങ്കേതിക സാഹിത്യ രചനകൾക്ക് അനുമതി നൽകിയെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കരുത്, സംസ്ഥാന സർക്കാർ നയങ്ങളെ വിമർശിക്കരുത് എന്ന വ്യവസ്ഥ മുന്നോട്ട് വച്ചിരുന്നു. അങ്ങനെ അശോക് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചു. ആദ്യം ഹൈക്കോടതി ഈ സർക്കാർ നടപടി സ്റ്റേ ചെയ്തില്ല. പിന്നീട് ഹൈക്കോടതി അദ്ദേഹത്തെ തിരികെ VCയെ നിയമിച്ചു. ഒടുവിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി. 2016 ജനുവരിയിൽ സുപ്രീം കോടതി സർക്കാരിൻ്റെ അച്ചടക്ക നടപടി സ്റ്റേ ചെയ്തു. ഒരു പത്രത്തിൽ ലേഖനം എഴുതുന്നത് മാത്രം ചട്ടലംഘനമായി കണക്കാക്കാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അന്ന് ബി അശോക് കുമാറിനെതിരായ അച്ചടക്ക നടപടി 2016 സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ബി അശോക് കുമാർ എന്ന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും സതീശൻ സർക്കാരും ഒന്ന് പരിശോധിക്കണം. അപ്പോഴറിയാം VCമാർ മോഹൻ ഭാഗവതിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ഉദ്ദേശശുദ്ധി, എൻ്റെ സാങ്കത്യം എന്തായിരുന്നെന്ന്. എന്തായാലും ഒന്നും ചെയ്യാനാകില്ല. VCമാർ പങ്കെടുത്തത് അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ്. സർക്കാരിനല്ല, ഗവർണർക്കാണ്, സംസ്ഥാനത്തെ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർക്കാണ് ഇതിൻ്റെ പരമാധികാരം. ഗവർണറാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന്. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ VCമാരും പങ്കെടുത്തു എന്നതിൽ യാതൊരു ചട്ടലംഘനവുമില്ലെന്ന് കൂടി സതീശൻ സർക്കാർ ഒന്ന് ഓർക്കണം.